ദൈവമേ, ഫസ്റ്റ് ഡേ ആണ്, കൂടെ ഉണ്ടാവണേ. അമ്മേ, ഞാൻ ഇറങ്ങി. മോനെ പ്രാർത്ഥിച്ചിട്ട് പോ. ആ എടാ, ഒരു 50 ലക്ഷത്തിൻ്റെ കേസല്ലേ ഉള്ളൂ. എന്തായാലും ഞാനും കൂടെ വന്നിട്ട് ചെയ്യാവുന്ന കേസല്ലേ ഉള്ളത്. അതിനുള്ള സമയം തന്നാൽ മതിയെന്ന്. അത് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും അവിടെ എത്തും. ആ ഷാജി എടാ എന്നാ ഉണ്ട്? എടാ ഞാനിപ്പോൾ വിളിക്കാം. നീയാ? എന്തുണ്ട് വാർത്തകൾ? ഇങ്ങനെ പോകുന്നു. ഞാൻ 2-3 ദിവസം അവിടെ വന്നിട്ട്. അതെയല്ലേ? നീ ഇപ്പോഴും ആ വീട്ടുകാരുടെ ചിലവ് തന്നെയാണോ? ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം വേണം. നീ എന്നെ കണ്ടുപഠിക്കും. 20ാമത്തെ വയസ്സിലേ ദുബായിക്ക് പോയതാ. ഇപ്പൊ ഈ കാണുന്നൊക്കെ ഉണ്ടാക്കിയില്ലേ? പിന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാ ഇപ്പം? ആരാ? ഈ ദുബായ് ഷാജി. അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. അതിനാ ഞാൻ പറഞ്ഞ ഒരു ലക്ഷ്യബോധമൊക്കെ വേണം. മനസ്സിലായോ? പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താടാ? എനിക്കിവിടെ ജോലി കിട്ടി. ഗ്രീൻലാൻഡ് ബിൽഡേഴ്സിൽ. അത് ശരി. ഇന്റീരിയർ ഡിസൈനറായിട്ട്. എത്ര രൂപ ശമ്പളം കിട്ടും? 30,000 ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഒരു 6 മാസം കഴിയുമ്പോൾ ഇൻക്രിമെന്റ് ഉണ്ടാകുന്ന പറഞ്ഞത്. എടാ, ഇന്നത്തെ കാലത്ത് 30,000 രൂപ കൊണ്ടൊക്കെ എന്നാ ചെയ്യാനാ? നോക്കാം. എന്നാ ഞാൻ പോട്ടെ. ഓക്കേടാ. എനിക്കേ പാൽക്കഞ്ഞി കുടിക്കാൻ സമയമായി. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഓക്കെ. അയാൾ പാൽക്കഞ്ഞി. 30,000 രൂപ തള്ളായിരിക്കും. എല്ലാ പെങ്ങന്മാരും രാവിലെ തന്നെ ഉണ്ടല്ലോ. നിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവന് നാണമില്ലേ പിള്ളേരോടെ കളിക്കാൻ? അമ്പോ, ഇതാര് കളക്ടറാ? അളടാ നിന്റെ അവനുള്ളതായി. എക്സിക്യൂട്ടീവ് ലുക്കും കൂറ ഡയലോഗ് ഒരു മാറ്റവും ഇല്ലല്ലായിരുന്നു ഏട്ടാ. എടാ ബോൾ ഇടറാ. ഇതാ പിടിച്ചോ നിന്റെ ബോള്. എടാ നീ വരുന്നില്ലേ? ഇല്ലടാ, കളിച്ചോ, ഞാൻ കുറച്ച് ബിസിയാ. ഇതെന്റെ ഫാൻസി ഡ്രസ്സോ? നീ അറിഞ്ഞില്ലേ, പുള്ളിക്ക് ജോലി കിട്ടി. നീ ഇങ്ങനെ നടന്നോ? എന്താണെന്ന് നിനക്കൊരു കാര്യം അറിയോ? ഇവിടെ ഓരോരുത്തരൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മൈൻഡും ഇല്ല. ഭയങ്കര ചാടയാണ്. ചിലരൊക്കെ എങ്ങനെയാ വരുമ്പോളേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് പോടാ, കോണ പറയാണ്ട്. നമ്മുടെ ദുബായ് ഷാജി ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് വന്നായിരുന്നു. ഇവിടെ വന്നായിരുന്നല്ലേ? വന്നിട്ട് പോയതാ. എനിക്ക് തോന്നുന്നു. നിന്റെ ഇന്നത്തെ ദിവസം പോയല്ലേ? അയ്യോ, എന്നാ പിന്നെ ഞാൻ നല്ല പോട്ടെ. അതൊക്കെ പോട്ടെ, ട്രീറ്റ് എപ്പോഴാ? സെറ്റാക്കാം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തോ, വിളിച്ചാൽ മതി. ഉറപ്പാണേ? എന്നാ പിന്നെ നൈറ്റ് പിടിക്കാം. അപ്പോൾ രാവിലെ ഏട്ടനുണ്ടാവും. അതാ കറക്റ്റ്. ഓക്കെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ. ആയിക്കോട്ടെ, ക്ലബ്ബിൽ സെറ്റാക്കാം. ഓക്കെ, നിങ്ങൾ വെച്ചാൽ നോക്ക്, പ്ലാൻ ചെയ്തിട്ട് വിളിച്ചാൽ മതി. ഓക്കെ യേശേട്ടാ, ഓക്കെ, വൈകുന്നേരം കാണാം. ഓക്കേടാ, ശരി എന്നാ. എന്നടാ സംഭവം? അരുണിന് ജോലി കിട്ടിയില്ലേ? വൈകിട്ട് പാർട്ടി ക്ലബില്. അത് പൊളിച്ച്. ഇന്നെങ്ങനെ 2 അടിക്കുമെന്ന് വിചാരിച്ചിരുന്ന അതിപ്പം വൈകുന്നേരത്തിന്. സത്യം. അപ്പം നിങ്ങൾ പോയിട്ട് ചായ അടിക്ക്, ഞാൻ പോയി 2 കോൾ അടിച്ചിട്ട്. ചെല്ല്. ഓക്കേ, എന്നാ നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാം. ന്യൂ ജോയിൻ ആണല്ലേ? ജോയൽ. അരുൺ. ഹായ്. ഇപ്പൊ കുറച്ച് തിരക്കാം, വൈകിട്ട് വിശദമായി പരിചയപ്പെടാം. ഓക്കെ. അരുൺ, മിസ്റ്റർ അരുൺ, ആർ യു സ്ലീപ്പിംഗ്? സോറി മാഡം. അടുത്തത് നിങ്ങളാ കയറേണ്ടത്.
ഓക്കെ. ദൈവമേ, ഇതെങ്കിലും കിട്ടണേ. മേ കമിൻ സർ?